കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി. ശേഷമുള്ള പ്രതികരണം, അദ്ദേഹത്തിന്റെ പ്രതികരണം ഇനി മുനമ്പം ആവർത്തിക്കപ്പെടുകയില്ല എന്നൊരു ഉറപ്പും അദ്ദേഹം തന്നിട്ടുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് അല്ല, ഒരു കപ്പ് ചായ കുടിക്കുകയായിരുന്നു. ആ സമയത്താണ് സംസാരിച്ചത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ആരായുകയുണ്ടായി. ഞാൻ ചുരുക്കത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺസ് എന്തൊക്കെയാണെന്ന്. അതിന് അദ്ദേഹം അത് കഴിഞ്ഞ് ഞാനൊരു റൈറ്റപ്പ് അദ്ദേഹത്തിന് കൊടുത്തു, ഒരു പ്രോ മെമ്മോറി ആയിട്ട്. അദ്ദേഹം അത് നോക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹകാരികൾക്ക് നൽകാമെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു. തീർച്ചയായും അദ്ദേഹം ചെയ്ത ഈ നല്ലൊരു കൈൻഡ് ജസ്റ്റർ നമുക്കെല്ലാവർക്കും സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു. പ്രത്യേകിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് അവർ മാസങ്ങളായി തുടർന്നു പോരുന്ന ആ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള പോംവഴികളെക്കുറിച്ച് ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയുണ്ടായി. ഒരു തുറന്ന ഒരു സംഭാഷണമായിരുന്നു അത്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കായിരുന്നു. അതിനുശേഷം എല്ലാവരും ചായ കുടിച്ചു. അഭിവന്യ വാലിങ്കൽ പിതാവ് 2 വാക്ക് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ അത് പര്യവസാനിച്ചു. നിങ്ങൾ ഇവിടെ ഇത്രയും സമയം കാത്തു നിന്നതിനും നിങ്ങളുടെ സഹകരണത്തിനും സഹായത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ആഗതമാകുന്ന ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. മുനമ്പ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായിട്ട് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സമ്മതിച്ചു. പഠിച്ച് അത് വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ അമെൻമെന്റ് മാത്രമായിട്ട് ഗുണം ചെയ്യോ? ഈ ലീഗൽ ബാറ്റിൽ തുടരേണ്ടി വരില്ലേ? അങ്ങനെയാണല്ലോ അദ്ദേഹം വിശദീകരിക്കുന്നതൊക്കെ. അതായത് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലീഗൽ ബാറ്റിൽ തുടരേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ റവന്യൂ അവകാശം വേഗത്തിൽ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നൊരു സാധ്യത പിന്നെയും നീണ്ടുപോവുകയല്ലേ ചെയ്യുക? അത് മന്ത്രിയെ ധരിപ്പിച്ചോ, അല്ലെങ്കിൽ അത്ര ഒരു സംഭാഷണം ഉണ്ടായോ? ഇല്ല, അത്രയുള്ള ആ വിധത്തിലൊരു സംഭാഷണം ഉണ്ടായില്ല. സഭയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും വിഷയങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്യാറുണ്ട്? സഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമൊക്കെ അവർക്കുണ്ടായിരുന്ന റെപ്രസെൻറ്റേഷൻ അത് എടുത്തു കളഞ്ഞു. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 1,00,000-ലേറെ ആംഗ്ലോ ഇന്ത്യൻസ് നമുക്കുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമൊക്കെ അവർക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നത്. അത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് കൊല്ലാർപാടം ബസിലിക്കയിൽ ചില സ്ട്രക്ചറൽ, പള്ളിയിലല്ല, വരുന്ന തീർത്ഥാടകർക്ക് ഉപയോഗത്തിനായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം എല്ലാം വളരെ സന്തോഷപൂർവ്വം കേട്ടു. പിന്നീടും 4-5 കാര്യങ്ങൾ വേറെ പറയുകയുണ്ടായി. വൈപ്പിൻ കോസ്റ്റൽ ഏരിയയിലെ കടൽ ഭിത്തിയുടെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു 7ഓളം കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു.
ആ ഉറപ്പിലാണ് ഞങ്ങൾ പിരിഞ്ഞത്. താങ്ക് യു. ഓക്കെ. ബിഷപ്പിന്റെ പ്രതികരണമാണ് കേട്ടത്. താങ്കൾ മുൻപും വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ വടക്കേ ഇന്ത്യയിലടക്കം ക്രൈസ്തവർക്കെതിരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കേണ്ടായി. വല്ലാർപാടത്ത് വിശ്വാസികൾക്ക് വേണ്ട ചില ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും മന്ത്രി കിരൺ റിജിജുമായി സംസാരിച്ചു എന്നാണ് ബിഷപ്പ് വ്യക്തമാക്കുന്നത്. സ്നേഹമോൾ നയനാനുണ്ട്. സ്നേഹ, വളരെ സൗഹാർദ്ദപരമായിരുന്നു, പോസിറ്റീവായിരുന്നു കൂടിക്കാഴ്ച എന്ന് ഒരു മുൻപും ആവർത്തിക്കില്ല എന്നാണ് നേരത്തെ കിരൺ റിജിജുവും പ്രതികരിച്ചത്. എത്ര സമയം നീണ്ടുനിന്നു കൂടിക്കാഴ്ച? ആരൊക്കെ ഒപ്പമുണ്ടായിരുന്നു? ദിവിഷ്, അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇവിടെ വരാപ്പുഴ ബിഷപ്പ് ഹൗസിലെത്തി ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. മുനമ്പം ജനങ്ങളുടെ പ്രശ്നം ഇനിയും ആവർത്തിക്കില്ല എന്നൊരുറപ്പാണ് അദ്ദേഹം നൽകിയത് എന്നാണ് ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം. വളരെ സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഇത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ സഭയെ ബാധിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെയും കിരൺ റിജിജു ആർച്ച് ബിഷപ്പിനോട് വിശദീകരണം തേടിയിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം സഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യൻ സഭകൾ അല്ലെങ്കിൽ ഈ വികാരി അച്ഛന്മാരൊക്കെ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അദ്ദേഹം ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നൽകും എന്നൊരു ഉറപ്പൊക്കെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. വളരെ സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ചയാണ് എന്നാണ് ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. ഏതായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. നേരത്തെ തന്നെ ഈ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിലടക്കം ഈ മുനമ്പം പ്രശ്നം രാഷ്ട്രീയപരമായ ഒരു മുതലെടുപ്പാണ് എന്നതടക്കമെന്ന ലേഖനമൊക്കെ തന്നെയും ഏറെ വിവാദമായിരുന്നു. അതുമാത്രമല്ല, ഈ മുനമ്പം പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിനാകില്ല എന്ന് ഈ കോട്ടപ്പുറം രൂപത ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിലൊക്കെ തന്നെയും നേരത്തെ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണത്തിനും ഒക്കെ തന്നെയും തന്നെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ശരി, സ്നേഹമോൾ നയനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരാപ്പുഴയിലെത്തി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. മുനമ്പം ഇനി അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇന്ത്യയിൽ ഒരിടത്തും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് കിരൺ റിജിജു ബിഷപ്പിനായിട്ടുള്ള കൂടിക്കാഴ്ച നൽകിയത്. ഒപ്പം മറ്റു വിഷയങ്ങളിൽ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ മതസമൂഹം വടക്കേ ഇന്ത്യയിലടക്കമുള്ള ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ അതിക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിലൊക്കെ വളരെ പോസിറ്റീവായ പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായി എന്നാണ് ബിഷപ്പും പറഞ്ഞത്.